പുകച്ച് അർണബ്, പകച്ച് മോദിജി. കഴിഞ്ഞ ആഴ്ചയിലെ ഡൽഹിയിലെ മാധ്യമ ലോകത്തും ഇന്ത്യൻ മാധ്യമ ലോകത്തും ഏറ്റവും വലിയ വാർത്തകളിൽ ഒന്ന് ഒരു വാർത്താ അവതാരകനായിരുന്നു അർണബ് ഗോസ്വാമി. നരേന്ദ്രമോദിയോട് അർണബ് ഗോസ്വാമി ഉടക്കിയോ എന്ന ചോദ്യം റൈറ്റ് വിംഗ് സർക്കിൾസിൽ, വലതുപക്ഷ കേന്ദ്രങ്ങളിലും ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങളിലും ഒരേപോലെ പ്രതിഫലിച്ചു. പല കാര്യങ്ങളിലും മോദി സർക്കാരിനെ പേരെടുത്ത് കടന്നാക്രമിച്ചുകൊണ്ട് അർണബ് ഗോസ്വാമി വന്നപ്പോ മോദിജി മാത്രമല്ല എല്ലാവരും ഒന്ന് ഞെട്ടിക്കാണും. ഈ ചുവടുമാറ്റത്തിന് പിന്നിൽ എന്താണ്? നമ്മൾ അതാണ് പരിശോധിക്കുന്നത്. അതോ ചുവട് മാറിയോ തുടങ്ങിയ കാര്യങ്ങളാണ്. എൻ്റെ അടുത്ത സുഹൃത്തുക്കളിലൊന്നാണ് ശ്രീ അർണബ് ഗോസ്വാമി. അദ്ദേഹത്തോടൊപ്പം എനിക്ക് ദേശീയ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത് ശ്രീ അർണബ് ഗോസ്വാമിയാണ്. ടൈംസ് നൗവിലും റിപ്പബ്ലിക്കിലും ഒക്കെ ഒരുപാട് ചാനൽ ചർച്ചകൾ ഇരുന്നിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങളിൽ യോജിപ്പുണ്ട്. പക്ഷേ നമ്മുടെ ശശി തരൂർ സാറിനെതിരെയുള്ള ശ്രീ അർണബ് ഗോസ്വാമിയുടെ ക്യാമ്പയിൻ, അല്ലെങ്കിൽ റിയ ചക്രവർത്തിക്കെതിരെയുള്ള ക്യാമ്പയിൻ, ആര്യൻ ഖാന് എതിരെയുള്ള ക്യാമ്പയിൻ, ഇതിനെയൊക്കെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ശക്തമായി എതിർത്തിട്ടുണ്ട്. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ ശബരിമല യുവതികൾ കയറണമെന്ന അഭിപ്രായക്കാരനാണ് ശ്രീ അർണബ് ഗോസ്വാമി. പക്ഷേ ഞങ്ങളുടേതടക്കമുള്ള വിശ്വാസികളുടെ നിലപാട് റിഫ്ലക്ട് ചെയ്യാൻ അദ്ദേഹം നല്ല അവസരവും തരികയും ചെയ്തു. അവസാനം നമ്മൾ വിജയിക്കുകയും ചെയ്തു. മറ്റൊരു വിഷയം, പൊതുവെ അർണബ് ഗോസ്വാമി റൈറ്റ് ലിബറൽ എന്ന പൊസിഷനാണ് എടുക്കാറുള്ളത്. അതായത് പൊതുവെ ലെഫ്റ്റ് ലിബറലും റൈറ്റ് കൺസർവേറ്റീവുമാണ്. ലെഫ്റ്റ് ഇടത് പുരോഗമനവാദിയും വലത് പാരമ്പര്യവാദിയും എന്ന രീതിയിലാണ്. പക്ഷെ അർണബ് ഗോസ്വാമി എടുക്കുന്നത് വലത് പുരോഗമനവാദി എന്നൊരു ലൈനാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മോദിജിയെ കടന്നാക്രമിച്ച ശ്രീ അർണബ് ഗോസ്വാമി വന്നപ്പോ എല്ലാവരും ഒന്ന് അത്ഭുതപ്പെട്ടു. ഇത് ശ്രീ അർണബ് ഗോസ്വാമിയുടെ ഇന്റർവ്യൂ രാഹുൽ ഗാന്ധിയോടൊപ്പം ഉള്ളതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് പരാജയപ്പെടുത്തുന്നതിന് പ്രധാന കാരണങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ ഇന്റർവ്യൂ ആണ്. അർണബ് ഗോസ്വാമിയുടെ വളരെ മൂർച്ചയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി കുറെ കൂടെ വിശാല ഒരു NGO ഭാഷയിലൊക്കെയാണ്, ശ്രീമതി സുനിത ദേവദാസ് പറയുന്നത് പോലെ ഒരു NGO ഭാഷയിൽ മറുപടി നൽകി എന്നുള്ളതൊക്കെ അന്ന് വളരെ വിവാദമായിരുന്നു. എന്നാൽ ഇത്രയും കഴിഞ്ഞ വർഷങ്ങളിൽ BJP-ക്കാരേക്കാൾ കൂടുതൽ ശക്തമായി വലതുപക്ഷ വ്യാഖ്യാനങ്ങളും വലതുപക്ഷ നെറേറ്റീവുകളും പറഞ്ഞ ഒരു വ്യക്തിയാണ് അർണബ് രഞ്ജൻ ഗോസ്വാമി. നമ്മുടെ അടുത്ത സുഹൃത്താണ്, ഇഷ്ടമാണ്, ബഹുമാനമാണ്. ഞാൻ ജയിലിലൊക്കെ കിടന്നപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീട്ടിലൊക്കെ വിളിച്ചന്വേഷിക്കുകയും മറ്റും ചെയ്ത ശ്രീ അർണബ് ഗോസ്വാമിയാണ്. അപ്പൊ അർണബ് ഗോസ്വാമിയുടെ ചൂടുമാറ്റം അത് നമ്മുടെ ശ്രീമതി സുനിത ദേവദാസിന്റെ വീഡിയോയിലൂടെ നമുക്കൊന്ന് കാണാം. ഇത് രാഹുൽ ഗാന്ധിയുടെ അർണബ് ഗോസ്വാമിയാണ് ഈ അടുത്തായി ഇടയ്ക്കിടെ വാർത്താമുറിയിൽ ഇരുന്ന് കേന്ദ്ര സർക്കാരിനെയും BJP-യെയും ഒക്കെ രൂക്ഷമായി വിമർശിക്കുന്നത്. വെറുതെ വിമർശിക്കുകയല്ല, കടന്നാക്രമിച്ച് ഇറ്റ്സ് ഷെയിംഫുൾ BJP ഇത് നാണക്കേടാണെന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ കൂറ് ജനങ്ങളോടല്ല, പകരം മുതലാളിമാർക്കൊപ്പമാണ്. ഇത് അർണബ് ഗോസ്വാമി പറയുകയും ചെയ്തു. അതായത് നമ്മുടെ ആരാവല്ലി മലനിരകൾ തകർക്കുകയാണെങ്കിൽ അതിൽ ഈ 100 മീറ്റർ ഉള്ളത് മാത്രമാണ് കുന്നെന്ന് കരുതുകയാണെങ്കിൽ ബാക്കിയുള്ള 80% സ്ഥലങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ലാതാകുകയും അത് പ്രശ്നമാകുകയും ചെയ്യുന്ന വളരെ ശരിയായ പോയിന്റ്. സുപ്രീം കോടതിയുടെ വിധിയെ പോലും വിമർശിച്ചുകൊണ്ട്, കേന്ദ്ര സർക്കാരിനെയും മോദി സർക്കാരിനെയും പേരെടുത്ത് വിമർശിച്ചുകൊണ്ട് ഇത് കോടീശ്വരന്മാർക്ക് മാത്രം ലാഭം കിട്ടുന്ന ഒരു കാര്യമാകുമെന്ന് ബിസിനസ്സുകാരുടെ ഒന്നും പേര് പറയാതെയാണെങ്കിലും വിമർശിച്ചതും, ഒരു 70 ലക്ഷം രൂപയുടെ ആർഭാടം ഒരു BJP MLA നടത്തുമ്പോൾ BJP-ക്കാർക്ക് ഇങ്ങനെ കാശ് കാണിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് അർണബ് ആക്രമിച്ചത് ഞെട്ടലുളവാക്കി. കുത്തകകളെ വളർത്തലാണ് പണിയെന്ന് ഒരു മടി കൂടാതെയാണ് അർണബ് സ്റ്റുഡിയോയിൽ ഇരുന്ന് വിളിച്ചു പറയുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തിലല്ല അർണബിന്റെ ഈ മലക്കം മറിയലുകൾ. കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പല വിഷയങ്ങളിലും അർണബ് ഇടപെട്ടു. അതായത് ഡൽഹിയുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ്, ഡൽഹി ശരിക്കും ഒരു ഗ്യാസ് ചേംബർ എന്നൊക്കെ പറയുന്ന ആലങ്കാരികമായ രീതിയിൽ പറയുന്ന അവസ്ഥയിലേക്കാണ്. എയർ ക്വാളിറ്റി വളരെ മോശമാണ്. അപ്പോൾ അതിൽ അവർ ഇടപെടുന്നില്ല. അവിടുത്തെ BJP സർക്കാരിനെ കടന്നാക്രമിച്ചു. ആദ്യം ഡൽഹിയിലെ വിഷപ്പുക അടിയന്തരാവസ്ഥയ്ക്കിടയിലാണ് അർണബിന്റെ ഈ മാറ്റം ആദ്യമായി പ്രകടമായത്. 2025 ഡിസംബറിൽ ഡൽഹിയിൽ വായു നിലവാര സൂചിക 460 മുകളിലേക്ക് അപകടകരമായി ഉയർന്നപ്പോൾ അർണബ് #NotA4AQI എന്ന ക്യാമ്പയിന് നേതൃത്വം നൽകി. വായു നിലവാര സൂചിക കുറയ്ക്കുന്നവർക്ക് വോട്ട്, കുറയ്ക്കാൻ ശ്രമിക്കാത്തവർക്ക് നോട്ട എന്നായിരുന്നു അർണബിന്റെ മുദ്രാവാക്യം. വായു നിലവാര സൂചിക കുറയ്ക്കും. അപ്പം അർണബ് അങ്ങനെ ശക്തമായ ഇടപെടൽ ഇത്തരം കാര്യങ്ങളിൽ നടത്തിയത് അത് വളരെ അഭിനന്ദനാർഹമാണ്. മിനിസ്റ്റർമാരെ, ഭൂപേന്ദ്ര യാദവിനെ ഒക്കെ പേരെടുത്ത് പറഞ്ഞ് ആക്രമിക്കുകയും മറ്റും ചെയ്യുകയും മാത്രമല്ല ഹിന്ദി ചാനലിലും അതിശക്തമായ രീതിയിൽ ഇത് ചെയ്യുക. അപ്പൊ അർണബ് ഈസ് ബാക്ക്. അതായത് യഥാർത്ഥ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തോട് എന്നും ഒരു ചോദ്യം ചെയ്യുന്ന റോളിൽ നിൽക്കുന്ന ആളായിരിക്കണം. അപ്പൊ അർണബ് അതിശക്തമായി തിരിച്ചു വന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഒരു BJP MLA-ക്ക് അർണബ് ഉറഞ്ഞു. Yes, I spent 70 lakh rupees on firecrackers. There's a new trend among BJP leaders to display money. രക്തമാറ്റത്തിനിടെ 6 കുട്ടികൾക്ക് HIV ബാധിച്ച സംഭവം എന്നിവയുമായാണ് അർണബ് ഇതിനെ താരതമ്യം ചെയ്തത്.
അർണബ് അപ്പൊ ശരിക്കും ആഞ്ഞടിച്ചുകൊണ്ട് അതിശക്തമായ രീതിയിൽ വന്നു എന്നുള്ളത് വളരെ സത്യമാണ്. മാത്രമല്ല ഹിന്ദി പറയുന്നത്, ഇംഗ്ലീഷിലും ഹിന്ദിയിലും പൊതുവെ 2 ടോൺ സ്വീകരിക്കാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഹിന്ദി കുറച്ചുകൂടെ ഒരു റീജിയണൽ ഓഡിയൻസ് ആണ്. അപ്പോൾ അവിടുത്തെ റൈറ്റ് വിങ്ങേഴ്സിനെ ഒഫൻഡ് ചെയ്യേണ്ട എന്നൊരു ടോൺ പലരും സ്വീകരിക്കാറുണ്ട്. പറയുന്ന കോണ്ടന്റ് ഒന്നായിരിക്കും, ടോൺ ചെറുതായിട്ട് മാറ്റാറുണ്ട്. പക്ഷെ ഹിന്ദിയിലടക്കം मोदी सरकार क्या करे? पूछता है भारत, आज भारत के हर एक एयरपोर्ट में हाहाकार है. കേന്ദ്ര സർക്കാർ വിമാനയാത്രക്കാരെ പൂർണ്ണമായി കൈവിട്ടു എന്ന് പറഞ്ഞാണ്. അതായത് നമ്മുടെ ഇൻഡിഗോയുടെ ക്രൈസിസ് ഒക്കെ വന്നപ്പം എയർ ഇന്ത്യയും ഇൻഡിഗോയ്ക്കും കുത്തക ഒരുക്കാൻ മോദി സർക്കാർ അവസരം ഒരുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അർണബ് ഗോസ്വാമി ആഞ്ഞടിച്ചു എന്നുള്ളത് വളരെ വലിയ സത്യം തന്നെയാണ്. BJP അതിശക്തമായി വിമർശിച്ചു. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വന്നത് പ്രിയപ്പെട്ട ഈ കുത്തകൾക്ക് മലനിരകൾക്ക് വേണ്ടിയിട്ടാണ്. ആരവല്ലി മരനിരകളുടെ വിഷയത്തിലാണ് അർണാബ് വീണ്ടും മോദി സർക്കാരിനെതിരെ തിരിഞ്ഞത്. രാജസ്ഥാനിൽ നിന്ന് ഡൽഹി വരെ നീണ്ടുകിടക്കുന്ന ഈ ഭൂമിയിലെ ഏറ്റവും പഴയ മലനിരകളിൽ ഒന്ന്, ഡൽഹിയുടെ പ്രധാന ജലസ്രോതസ്സും ശുദ്ധവായു നൽകുന്ന ശ്വാസകോശവുമാണ് ആരവല്ലി. ആരവല്ലി നിരകളിൽ കൂടുതൽ ഖനനം അനുവദിക്കുന്ന രീതിയിലാണ് പുതിയൊരു സുപ്രീം കോടതി ഉത്തരവ് എന്നതായിരുന്നു അർണാബ് ഉയർത്തിയ ചർച്ച. 3 മീറ്റർ ഉയരമുള്ള കുന്നുകളെ മാത്രം ആരവല്ലി പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തുക വഴി ആരവല്ലി പർവ്വതനിരയുടെ 90% നിയമസംരക്ഷണത്തിന് പുറത്താണ്. ഇത് ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ വ്യാപക ഖനനത്തിനും വനനശീകരണത്തിനും വഴിയൊരുക്കും. ഇന്ന് ഡൽഹിയിലെ വിഷവായു പ്രശ്നം ഇത് വഷളാക്കും. 2 ബില്യൺ 200 കോടി വർഷം പഴയതാണ് ആരവല്ലി മലനിരകളെന്നും അത് സുപ്രീം കോടതിയോ ഗവൺമെന്റോ ഉണ്ടാക്കിയതല്ല എന്നൊക്കെ പറയാൻ അതിശക്തമായി അർണബ് ഗോസ്വാമി നിലപാടെടുത്തു എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. അപ്പോൾ അതിനർത്ഥം അർണബ് ഗോസ്വാമി നേരെ മാറി, എല്ലാം മാറി എന്നൊന്നും അല്ല. നേരെ സുനിതാജി ഒരു ലെഫ്റ്റ് ലിബറൽ മാധ്യമ പ്രവർത്തകയാണ്. അർണബ് ഗോസ്വാമി പൊതുവെ റൈറ്റ് ലിബറൽ എന്നോ അല്ലെങ്കിൽ റൈറ്റ് പൊസിഷൻ എടുക്കുന്ന വ്യക്തികളിൽ ഒരാളാണ്. അപ്പോ രണ്ടാണെങ്കിലും നമുക്കൊരു ബാലൻസ് ആവശ്യമാണ്. ആ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെ ചോദ്യം ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഭരണത്തിൽ ആരിരുന്നാലും, കോൺഗ്രസ് ഇരുന്നാൽ കോൺഗ്രസിനെ, CPM ഇരുന്നാൽ CPM-നെ, BJP ഇരുന്നാൽ BJP-യെ, ആപ്പ് ഇരുന്നാൽ ആപ്പിനെ ചോദ്യം ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം വേണം. ഇതൊരു ചെക്ക് ആൻഡ് ബാലൻസ് ആണ്. അതായത് എല്ലാ രാഷ്ട്രീയക്കാരും അവരുടേതായ കക്ഷി രാഷ്ട്രീയത്തിന്റെ, സാമുദായിക കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒക്കെ അജണ്ടകൾ ഓവറായിട്ട് പുഷ് ചെയ്യാൻ നോക്കും. അവർ 10 പുഷ് ചെയ്യുന്നത് 10 കിട്ടുമെന്ന് വിചാരിച്ചല്ല, 5 കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാധ്യമങ്ങളാണ് ഉത്തരവാദിത്തത്തോടുകൂടി അത് ശക്തമായി പുഷ് ബാക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഒരു ബാലൻസ്. ഈ വടംവലിയിലാണ് നമ്മൾ ആ ബാലൻസ് കണ്ടെത്തുന്നത്. അതാണ് ആലങ്കാരികമായി പറയാറുള്ളത്, മാധ്യമ പ്രവർത്തകർ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കരുത് എന്ന് പറഞ്ഞാൽ അതിശക്തമായ രീതിയിൽ ഒരു പുഷ് ബാക്ക് വേണം. അങ്ങനെ കോടതിയും മാധ്യമങ്ങളും എക്സിക്യൂട്ടീവും ഒക്കെ ചേർന്നൊരു ബാലൻസിലാണ് ഭരണം പോകുന്നത്. ആ ബാലൻസ് തിരിഞ്ഞു പിടിക്കാൻ അർണബ് ഗോസ്വാമി അടക്കമുള്ളവർ അങ്ങനെ ചോദ്യം ചെയ്യട്ടെ, കൂടുതൽ ചോദ്യങ്ങൾ വരട്ടെ. ആരെ അപമാനിക്കാനും മറ്റുമല്ല, റൈറ്റിൽ നിന്നും അൾട്രാ റൈറ്റിനെതിരെ വിമത ശബ്ദങ്ങൾ ഉയരേണ്ടത് ആവശ്യമാണ്.